എല്ലാവർക്കും പാമിസ് കിച്ചൻ വേളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും ഇറച്ചിക്കൂട്ടും വെച്ചിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 സബോളയാണ്. 2 സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 മുഴുവൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചതച്ചെടുക്കണം. മുളക് ഒരു 4-5 മുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇഞ്ചി ഒരു 2 കഷ്ണം എടുത്തിട്ടുണ്ട്. വേപ്പില ആവശ്യത്തിന്. 1 കിലോ കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത്. പിന്നെ എടുത്തിരിക്കുന്നത് ഇറച്ചിക്കൂട്ടാണ് 1 കിലോ. അതിൽ നെയ്യും എല്ലും ഇറച്ചിയും കരളും എല്ലാം കൂടി മിക്സ് ചെയ്തതാണ്. ഞാനിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് ഈ ഇറച്ചിക്കൂട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. 2 സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. കുറച്ച് കറിവേപ്പില. കപ്പ കൂടി വേവാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇറച്ചിയാണ് വേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നിങ്ങൾക്കറിയാം ഇറച്ചിയുടെ വേവ് എന്ന് പറയുന്നത് ഓരോ ഇറച്ചിക്കും പലതരം വേവായിരിക്കും. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം വേവ് വേണ്ടതാണ്. 6 വിസിലാണ് ഞാനിവിടെ കേൾപ്പിക്കുന്നത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 6 വിസിൽ കേട്ട് കഴിഞ്ഞു. നമുക്കത് തുറന്ന് നോക്കാം. ഇതിനൊരു വേവ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. പക്ഷേ കപ്പ കൂടെ ഇതിലിട്ട് തന്നെയാണ് നമ്മൾ വേവിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനിപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് മല്ലിയും മുളക് പൊടിയും മൂപ്പിച്ചെടുക്കാം. ഒരു ചട്ടിയിൽ നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണമൊക്കെ പോയി മൂപ്പിച്ചെടുക്കാം. പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ ഇത് മറ്റേ ഇറച്ചിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കപ്പ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കപ്പ മുഴുവൻ ഇതിലിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു വിസിലൂടെ കേൾപ്പിച്ചാൽ മതി. കപ്പയുടെ വേവ് നിങ്ങൾക്കറിയാം. ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. അതുവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിൽ താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിൽ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം. പിന്നീട് നമ്മുടെ മെയിൻ സാധനം ആഡ് ചെയ്യുന്നത് കുരുമുളക്. കുരുമുളക് പൊടിച്ചത് 2 സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 സ്പൂൺ ഗരം മസാല കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. കപ്പയും ഇറച്ചിക്കൂട്ടും കൂടെ വേവിച്ചത് നല്ല വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും വേപ്പിലയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കുറച്ച് നേരം കൂടെ മൂടി വയ്ക്കാം.
കപ്പ ഇറച്ചിക്കൂട്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. ഇറച്ചിക്കടയിൽ പോയിട്ട് കുറച്ച് കൂട്ട് തരാൻ പറഞ്ഞവർ തരും. ആകെ 10-200 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ 1-2 കിലോ സാധനം കിട്ടും. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവേതും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.